കുട്ടി സുന്ദരനെന്ന് കണ്ടിട്ട് ശിശു സുന്ദരനെന്ന് കണ്ടപ്പോൾ അവർ രാജഗർഭനെ ഭയപ്പെട്ടില്ല. കുട്ടി അവർ വിളിച്ചു വെച്ചു. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. 11:23 നമ്മൾ ചിന്തിച്ചത്. ഇന്ന് അടുത്ത് നമ്മൾ 11:24 വാക്യമാണ്. മോശ വളർന്നു വന്നപ്പോൾ ഫറവോയുടെ മകളുടെ മകൻ എന്ന് വിളിക്കപ്പെടുന്നത് വിശ്വാസം മൂലം അവൻ നിക്ഷേപിച്ചു. ഫറവോയുടെ മകളുടെ മകനായി മോശ 40 വയസ്സ് വരെ ആ കൊട്ടാരത്തിൽ ജീവിച്ചു എന്നാണ് പുറപ്പാട് പുസ്തകം 2-ാം അധ്യായത്തിൽ എഴുതിയിരിക്കുന്നത്. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. സ്തെഫാനോസ് പ്രസംഗിച്ച അപ്പോസ്തല പ്രവൃത്തി 7-ാം അധ്യായത്തിൽ അങ്ങനെ എഴുതിയിരിക്കുന്നത് 40 വയസ്സ് വരെ ആ കൊട്ടാരത്തിൽ ജീവിച്ചു. പക്ഷെ കൊട്ടാരത്തിൽ അവൻ ജീവിച്ചുവെങ്കിലും ഫറവോയുടെ മകളുടെ മകനെന്ന് വിശ്വാസം കൊണ്ടവൻ ഏറ്റെടുത്തില്ല. വിശ്വാസം കൊണ്ടവൻ അത് നിക്ഷേപിച്ചു. പ്രിയമുള്ളവരെ, നമ്മൾ ഈ ലോകത്താൽ ജീവിക്കുന്നു. നമുക്ക് ഒരുപാട് പിന്നോക്കം പറയാനുണ്ട്, പാരമ്പര്യം പറയാനുണ്ട്. ഒരുപാട് കാര്യങ്ങൾ നമുക്ക് പുറകിലുണ്ട്. നമ്മൾ ജനിച്ച വീട്, നമ്മുടെ മാതാപിതാക്കന്മാർ, നമ്മുടെ വിദ്യാഭ്യാസം, നമ്മുടെ സൗകര്യങ്ങൾ ഒന്നും നമ്മൾ വന്നപ്പോൾ കൊണ്ടുവന്നല്ല, ഇവിടെ വന്നപ്പോ കിട്ടിയല്ല. പക്ഷെ നമ്മളിപ്പോഴും അതൊക്കെ ചുമക്കുന്നില്ലേ എന്നൊന്ന് പരിശോധിച്ച് നോക്കുക. നമ്മുടെ അഡ്രസ്സുകളൊക്കെ നമ്മൾ ചുമക്കണില്ലേ? അല്ലേ? നമ്മൾ പലപ്പോഴും പറയാറില്ല, ആന മെലിഞ്ഞാലും എവിടെ കിട്ടുമെന്ന് ചോദിക്കണേ. തൊഴുത്തി കെട്ടുവോ? ഇപ്പൊ ഇത്തിരി ബുദ്ധിമുട്ടൊക്കെ വന്നതേ ഉള്ളൂ. പണ്ട് നമ്മൾ അങ്ങനെയൊക്കെ ആയിരുന്നു. മോശ വളർന്നു വന്നപ്പോൾ മോശയ്ക്ക് ആ ഫറവോയുടെ കൊട്ടാരത്തിൽ സത്യമായിട്ടും അവന് നല്ല സുഖസൗകര്യങ്ങളോടുകൂടെ അടിച്ചു പൊളിച്ച് ജീവിക്കാം. മനസ്സിലായില്ലേ? നാളത്തെ ഒരു ഭരണാധികാരിയായിരിക്കാം, ഒരു പ്രവിശ്യയിലെങ്കിലും ഒരു ഭരണാധികാരിയെ വരാം. പക്ഷെ അവൻ എന്ത് ചെയ്തു? വിശ്വാസം മൂലം ഫറവോയുടെ മകനെന്ന് വിളിക്കുന്നത് നിഷേധിച്ചു. എന്നെ കേൾക്കുന്ന ദൈവമക്കളെ, ലോകത്ത് നമ്മൾ ജീവിക്കുമ്പോൾ ഈ ലോകത്ത് നമുക്ക് ഒരുപാട് അധികാരങ്ങളുണ്ടാവും, ആനുകൂല്യങ്ങളുണ്ടാവും, നമുക്ക് കഴിവുകളുണ്ടാവും, മിടുക്കുണ്ടാവും. നമ്മൾ ചിലപ്പോൾ മിടുക്ക് കുറഞ്ഞു വരാതിരിക്കാം. പക്ഷെ നമ്മളൊരു കാര്യം ഓർത്തുകൊള്ളണം, സ്വർഗത്തിലെ ദൈവത്തിന്റെ സമാനത മഹത്വം നിലനിർത്താതെ ദാസന്റെ രൂപം സ്വീകരിച്ച് ആകൃതിയിൽ മനുഷ്യനെ പോലെ കാണപ്പെട്ട് കുരിശ് മരണം വരെ അനുസരണമുള്ളവനായി തന്നെ താഴ്ത്തിയാണ് ഈ ക്രിസ്തുവസ് എന്ന് പറയുന്ന ദിവസം രൂപപ്പെട്ടു. ഫിലിപ്പിയർ 2-ാം അധ്യായം 1-ാമത്തെ വാക്യം അങ്ങനെ പറയുന്നത്, അവൻ ദൈവമായിരുന്നിട്ടും ദൈവത്തോടുള്ള സമാനത മുറുകെ പിടിക്കേണ്ട ഒരു കാര്യമായി പരിഗണിച്ചില്ല. അവൻ ആകൃതിയിൽ മനുഷ്യനെ പോലെ കാണപ്പെട്ടു, ദാസനെ പോലെ. കുരിശ് മരണം വരെ ഒരു ദാസനെ പോലെ ഇവിടെ ഇരുന്നു. യെശയ്യാ 53 പറയുന്നു, അവനെ കണ്ടവർ മുഖം മറച്ചു കളഞ്ഞു, കണ്ടാൽ മനുഷ്യന് തോന്നത്തക്കവണ്ണം വിരൂപമായിരുന്നു, വരണ്ട നിലത്തെ തൈച്ചടി പോലെ വളർന്നു. അവനെ കണ്ടവർ മുഖം മറച്ചു. അയ്യോ, നമ്മുടെ അതിക്രമങ്ങൾ അവൻ വഹിച്ചു, നമ്മുടെ പാപങ്ങൾക്ക് വേണ്ടി അവൻ മുറിവേറ്റു. ദൈവമക്കളെ, മോശ കൊട്ടാരത്തിന്റെ യാതൊരു സുഖങ്ങളും എടുത്തില്ല. നമുക്ക് കഴിയണം. ഈ ലോകത്ത് നമ്മളായിരിക്കുമ്പോൾ നമുക്കത് കഴിയണം. യോഹന്നാന്റെ 1-ാമത്തെ ലേഖനം വളരെ വ്യക്തമായി നമ്മളോട് പറയുന്നത് 2-ാം അധ്യായത്തിൽ. യോഹന്നാന്റെ 1-ാമത്തെ ലേഖനം 2-ാം അധ്യായം അതിന്റെ 8-ാമത്തെ വാക്യം, പാപം ചെയ്യുന്നവൻ പിശാചിൽ നിന്നുള്ളവനാണ്. എന്തെന്നാൽ 2-ാമത്തെ അധ്യായം 3-ാമത്തെ അധ്യായം, പാപം ചെയ്യുന്നവൻ പിശാചിൽ നിന്നുള്ളവനാണ്. എന്തെന്നാൽ പിശാച് ആദ്യം മുതലേ പാപം ചെയ്യുന്നവനാണ്. പിശാചിന്റെ പ്രവൃത്തികളെ നശിപ്പിക്കുന്നതിന് വേണ്ടിയാണ് ദൈവപുത്രൻ പ്രത്യക്ഷനായത്. ദൈവത്തിൽ ജനിച്ച ഒരുവനും
പാപം ചെയ്യുന്നില്ല. കാരണം ദൈവ ചൈതന്യം അവരിൽ വസിക്കുന്നു. ദൈവത്തിൽ നിന്ന് ജനിച്ചവരായതുകൊണ്ട് അവന് പാപം ചെയ്യാൻ സാധ്യമല്ല. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ദൈവത്തിൽ നിന്ന് ജനിച്ചവരാരും പാപം ചെയ്യുന്നില്ല. പിശാചിൽ നിന്നുള്ളവരാണ് പാപം ചെയ്യുന്നത്. പിശാചിന്റെ പ്രവർത്തികൾ നീക്കം ചെയ്യാനാണ് യേശുക്രിസ്തു. എന്തിനാണ് മോശ കൊട്ടാരത്തിൽ ദൈവം വളർത്തിയത്? ആ കൊട്ടാരത്തിലെ ഫറവോയുടെ അടിമത്തത്തിൽ നടക്കുന്ന ഇസ്രായേൽ ജനത്തെ രക്ഷിക്കുന്നതിന് വേണ്ടിയാണ് അവനെ കൊട്ടാരത്തിൽ വളർത്തുന്നത്. ഈ ഒരു തിരിച്ചറിവ് അവന്റെ ഉള്ളിലുണ്ടായിരുന്നു. എന്റെ നിങ്ങളുടെ ഉള്ളിൽ ഈ തിരിച്ചറിവ് കാരണം ഞാൻ ഈ ആയുസ്സിൽ നിന്ന് ഈ ഭൂമിയിലായിരിക്കുന്നത് ആരുടെയൊക്കെയോ നന്മയ്ക്ക് വേണ്ടി, ആരെയൊക്കെയോ രക്ഷിക്കുന്നതിന് വേണ്ടി, ആർക്കൊക്കെ വേണ്ടി പ്രാർത്ഥിക്കുന്നതിന് വേണ്ടി, ആരെയൊക്കെയോ സഹായിക്കുന്നതിന് വേണ്ടിയാണ്. ഞാൻ ഇന്ന് ഈ കഷ്ടതയിലായിരിക്കുന്നത്. ഞാൻ ഇന്ന് ഒരു എന്താ പറയുന്നത്, എന്തെങ്കിലും നടുവരുത്തി മാസിക്കോട് പറയാൻ പറ്റും? പറയാൻ പറ്റും. എന്റെ അടുത്തൊരു അപ്പച്ചൻ ഒരു അമ്മച്ചിയും കൂടി എന്നോട് പറയുകയാണ്, ഞങ്ങൾക്ക് ആരുമില്ല, ഞങ്ങൾക്കുള്ള സ്ഥലം പ്രത്യാശഭവനിലേക്ക് തരാം, ഞങ്ങളെ നോക്കണം, ഞങ്ങളെ ശുശ്രൂഷിക്കണം, അവരെ ശുശ്രൂഷിക്കണം. ഇപ്പൊ തന്നെ രജിസ്റ്റർ ഓഫീസിൽ വന്നൊക്കെ ഫോണിൽ പറയാണ്, നമ്മൾക്ക് വെയിറ്റ് ചെയ്യും. എനിക്കറിയാം ആ അപ്പച്ചനൊരു മകളുണ്ടെന്നോ, ആ മകളെ കല്യാണം കഴിച്ചതാണെന്നും, ആ മകൾക്ക് കുട്ടികളുണ്ടെന്നോ, അവരും ഈ അപ്പച്ചനുമായിട്ട് ഒരു കൊടും മുടക്കാണ്. വീട്ടിൽ കയറില്ലാത്തവണ്ണം മുടക്കായതുകൊണ്ട് എന്നോട് ഇങ്ങനെ പറഞ്ഞതാണ് എന്നെനിക്കറിയാം. അവിടെ ഞാൻ ഈ അപ്പച്ചനോട് കുറച്ച് വെയിറ്റ് ചെയ്യും, ഞാൻ വീട്ടിൽ വരട്ടെ. വീട്ടിൽ ചെന്നു ചോദിച്ചു, ഓരോ ചോദ്യങ്ങളും എടുത്തെടുത്തി, ആരുമില്ലേ 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 എന്ന് എനിക്ക് അറിയുന്ന അപ്പച്ചനറിയില്ല. ആരുമില്ലേ ആരുമില്ല എന്ന് ചോദിച്ചപ്പോൾ ഈ അപ്പച്ചൻ പറഞ്ഞു, ആരുമില്ലേ എന്ന് ചോദിച്ചാൽ ഒരാളുണ്ടായിരുന്നു. വർഷങ്ങൾക്ക് മുമ്പ് കണ്ണൂർ ജില്ലയില് തലശ്ശേരി എന്ന് പറയുന്ന ഒരു സ്ഥലത്ത് കോടതിയിൽ നിന്ന് ഒരു കുഞ്ഞിനെ ദത്തെടുത്തു. അന്ന് ആ കുഞ്ഞിന് കുറെ പണവും ബാങ്കിലിട്ടു. പിന്നെ ആ കുഞ്ഞിനെ പഠിപ്പിച്ചു, എല്ലാം ആക്കി കൊടുത്തു, കല്യാണം കഴിച്ചു, ധാരാളം ആഭരണങ്ങൾ കൊടുത്തു. ഇപ്പോൾ ഞങ്ങൾക്കൊരു പ്രയോജനവും ഇല്ല, ഞങ്ങളുടെ അടുത്ത് വരുന്നുമില്ല. മനസ്സിലായോ? മനസ്സിലായോ? സത്യം അതല്ല, സത്യം അതല്ല. അപ്പച്ചൻ പറഞ്ഞല്ല സത്യം. സംഭവം സത്യമാണ്. പക്ഷെ മകളെ ഉപേക്ഷിച്ചു പോയതല്ല. അപ്പച്ചൻ ഈ ദത്തെടുത്തതിന്റെ പേരിൽ കുറെ ഡിമാൻഡ് വെച്ചു. ഈ കൊച്ചിനെ ഇത് പഠിച്ചൊക്കെ വന്നൊരു സ്വാതന്ത്ര്യം പാടില്ല. കെട്ടിക്കഴിയുമ്പോൾ അതിന് കെട്ടുവാൻ്റെ ഒരു സ്വാതന്ത്ര്യം ഉണ്ടല്ലോ. ഈ കെട്ടിയവർ ഉൾപ്പെടെ ഈ അപ്പച്ചൻ കുറെ ഡിമാൻഡ് വെച്ചു. ആ ഡിമാൻഡിന്റെ മധ്യത്തിൽ കെട്ടിയോൻ ചോദിച്ചു ഈ കൊച്ചിനോട്, ഭാര്യയോട് ചോദിച്ചു, നിനക്ക് അപ്പനും അമ്മയും വേണോ അതെയോ ഞാൻ വേണോ? രണ്ട് കൊച്ചുങ്ങളുണ്ടായിട്ടുണ്ട്, കുഞ്ഞുങ്ങളെ വേണോ എന്ന് ചോദിച്ചു. ഈ പെൺകുട്ടി ഒരു തീരുമാനത്തിലെത്തേണ്ട വന്നു, ആരുടെ കൂടെ നിൽക്കണമെന്ന്. കുടുംബം മക്കളുമായി അങ്ങനെ പോയതാണ്. അപ്പോൾ ഇവര് എല്ലാം വെട്ടി, ഇവര് വെട്ടിക്കളഞ്ഞു. ഞാൻ പറഞ്ഞൊന്നും അത് പറയാൻ വേണ്ടിയല്ല. ഈ മോശയ്ക്ക് നടുവർത്തി വർത്താനം പറയാൻ പറ്റുമോ? ഈ പറവന്റെ മകളുടെ മുമ്പിലോ പറവന്റെ മുമ്പിലോ വീണ്ടുമ്പോ പറയില്ലേ, എടുത്തതിന്റെ കുഴപ്പാ, അന്ന് തന്നെ കൊന്നുകളെ, അന്ന് തന്നെയാണ് അവിടെ മുക്കി കൊല്ലേണ്ടതായിരുന്നല്ലേ. പക്ഷെ മോശയുടെ ഉള്ളിൽ അത്രമാത്രം ദണ്ണം, അത്രമാത്രം വേദന, അത്രമാത്രം ഒരു അനാഥനായി, അത്രമാത്രം തന്റെ സ്വന്തക്കാരിലും ബന്ധക്കാരിലും അകന്ന് അന്യ ഒരു കൂട്ടത്തിൽ ജീവിക്കുമ്പോഴും അതിന്റെ വേദന അനുഭവിക്കുമ്പോഴും ആ മനുഷ്യന് ഒരു വിചാരമുണ്ടായിരുന്നു ഉള്ളിൽ. എന്തായിരുന്നു? എന്നെ കുറിച്ച് ദൈവത്തിന് ഈ ജനത്തിന്റെ രക്ഷയ്ക്ക് വേണ്ടി ഒരു പദ്ധതിയുണ്ട്. അതുകൊണ്ട് എന്റെ ജനം ആ താഴെ, ഈ കൊട്ടാരത്തിൽ ഇരിക്കുന്നവരല്ല എന്റെ ജനം. എന്റെ ജനം അവിടെ താഴെ കഷ്ടപ്പെടുന്ന ജനമാണ് എന്നവൻ വിചാരിച്ചു. ഹല്ലേലൂയ, ഹല്ലേലൂയ. അതുകൊണ്ട് അവൻ ഈജിപ്തിന്റെ പാപത്തിലേക്കൊന്നും അവൻ പോയില്ല, ഫറവോയുടെ പാപത്തിലേക്കൊന്നും പോയില്ല. എന്നും അവരുടെ ദൈവവിചാരം, എന്നും അവരുടെ ദൈവത്തോടു കൂടിയുള്ള ഒരു വാസം. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ നന്ദി, ദൈവമേ നന്ദി. ദൈവമുള്ളവരെ യോഹന്നാനെ
ഒന്നാമത്തെ ലേഖനം 2-ാം അധ്യായത്തിന്റെ 15-ാമത്തെ വാക്യം എന്താണ് എഴുതിയിരിക്കുന്നത് അറിയാമോ? ലോകത്തെയോ ലോകത്തിലുള്ള വസ്തുക്കളെയോ നിങ്ങൾ സ്നേഹിക്കരുത്. മനസ്സിലായോ? മനസ്സിലായോ? ലോകത്തിലാണ് നമ്മൾ ഇരിക്കുന്നത്, ലോകത്തിലാണ് നമ്മൾ സൃഷ്ടിച്ചിരിക്കുന്നത്. ലോകത്തെ ദൈവം അത്രമാത്രം സ്നേഹിച്ചിട്ടുണ്ട് തന്റെ ഏകജാതനം നൽകാൻ തക്കവണ്ണം. പക്ഷെ നമ്മളെങ്ങനെയുള്ളവരാ? വേർതിരിക്കപ്പെട്ട ജനമേ വേഗമുണർന്ന് കർത്താവിന്റെ വേല ചെയ്യാനാണ് വേർതിരിക്കപ്പെട്ടവർ. ഉപ്പുവെള്ളത്തിൽ കിടക്കണം മീൻ കരയ്ക്ക് കിട്ടി കഴിയുമ്പോൾ നമ്മള് ഉപ്പുവെള്ളത്തിൽ കിടന്നാന്ന് പറഞ്ഞുകൊണ്ട് ഉപ്പിടാതിരിക്കണ്ട. ഉപ്പിടാതെ കറി വെച്ചറിഞ്ഞിരിക്കും. അന്നത് കുടിച്ചോടത്തോളം മുഴുവൻ വെള്ളവും എന്താണ്? ഉപ്പുവെള്ളത്തിലേക്ക് കിടന്നേ. ഇതുപോലെ ലോകത്തിലാണ് നമ്മൾ ഇരിക്കുന്നത്, ലോകത്താണ് നമ്മൾ താമസിക്കുന്നത്. പക്ഷെ ലോകത്തിന്റെ ഒന്നും നമ്മുടെ കയ്യിൽ പാടില്ല. ലോകത്തിലുള്ളതിനെയോ നിങ്ങൾ സ്നേഹിക്കരുത്. ആരെങ്കിലും ലോകത്തെ സ്നേഹിച്ചാൽ പിതാവിന്റെ സ്നേഹം അവരിൽ ഉണ്ടായിരിക്കുകയില്ല. നമുക്ക് എന്തെങ്കിലും തോന്നിയിട്ടുണ്ടാവും, ദൈവം സ്നേഹിക്കുമ്പോൾ ദൈവസ്നേഹം എനിക്കുന്നവരൊന്നും അനുഭവിക്കാനൊന്നും പറ്റിയിട്ടില്ല എന്ന് തോന്നിയിട്ടുള്ളവര് ഈ വചനം കൂടെ വായിക്കണം. കാരണം എന്താ? നമ്മൾ ലോകത്തെ സ്നേഹിക്കുന്നതുകൊണ്ട് പിതാവിന്റെ സ്നേഹം അനുഭവിക്കാൻ പറ്റുന്നില്ല. പിതാവ് സ്നേഹിച്ചാലും നമ്മൾ അറിയുന്നില്ല. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. 16-ാമത്തെ വാക്യം പറയാം. എന്തെന്നാൽ ജഡത്തിന്റെ ദുരാശ, കണ്ണുകളുടെ ദുരാശ, ജീവിതത്തിന്റെ അഹന്ത, ഇങ്ങനെ ലോകത്തിലുള്ളതൊന്നും പിതാവിന്റേതല്ല, പ്രത്യുത ലോകത്തിൻ്റെതാണ്. ലോകവും അതിന്റെ മോഹങ്ങൾ കടന്നു പോകുന്നു. ദൈവഹിതം പ്രവർത്തിക്കുന്നവരാകട്ടെ എന്നേക്ക് നിലനിൽക്കും. ഹല്ലേലൂയ. പ്രിയമുള്ളവരെ, അതുകൊണ്ട് മാമോദീസ സ്വീകരിച്ച നമ്മൾ, പരിശുദ്ധാത്മാവിനെ സ്വീകരിച്ച നമ്മൾ ലോകത്തിൻ്റെതല്ല, ലോകത്തിൽ വസിക്കുന്നതേ ഉള്ളൂ. നമ്മൾ ദൈവത്തിൻ്റെതാണ്. നമ്മൾ ദൈവത്തിൻ്റെതാണ്. ഇവിടെ ലോകത്ത് ജീവിക്കുമ്പോ ദൈവത്തിന്റെ അനുവാദവും അനുഗ്രഹവും ഉള്ളത് മാത്രമേ സ്വീകരിക്കാൻ പാടുള്ളൂ. കഴിഞ്ഞ ദിവസം ഞാനിങ്ങനെ പ്രശ്നത്തിൽ ചോദിച്ചായിരുന്നു, ചിലതൊക്കെ ഉപേക്ഷിക്കാൻ പറ്റുന്നുണ്ടോ എന്ന് ചോദിച്ചായിരുന്നു. ചിലതൊക്കെ നമുക്ക് ഉപേക്ഷിക്കാൻ പറ്റുമോ എന്ന് ചോദിച്ചായിരുന്നു. ലോകത്തിലുള്ളതിനെ ഒന്നിനും സ്നേഹിക്കരുത്. സ്നേഹിച്ചാൽ വിട്ടുകൊടുക്കുമോ? സ്നേഹിച്ചാൽ വിട്ടുകൊടുക്കില്ല. നമ്മൾ ഒന്നിനെ സ്നേഹിക്കാൻ പാടില്ല. പറമ്പ് സ്നേഹിക്കാൻ പാടില്ല, പണം സ്നേഹിക്കാൻ പാടില്ല, ആഭരണം സ്നേഹിക്കാൻ പാടില്ല. എത്രയോ കുടുംബങ്ങളിൽ സമാധാനം കിട്ടുകയാണെങ്കിൽ, ഈ സ്വർണത്തോടുള്ള സ്നേഹം കിട്ടുകയാണെങ്കിൽ ഇന്നും ആ പണയം വെച്ച കാലത്തെ കുറിച്ച് സങ്കടം വരുമ്പോ തേടി വരികയല്ലേ. 74 വയസ്സുള്ള ഒരു അമ്മച്ചി ധ്യാനം കൂടി കൊണ്ടിരുന്നപ്പോ എന്നോട് പറയുകയാണ്, 74 വയസ്സിൽ കുടിയാമല പ്രദേശം താമസിക്കണം. അമ്മച്ചി പറയുകയാണ്, എന്റെ പൊന്നുമോനെ കൗൺസിലിംഗ് വന്നാണ്, നെല്ലിപ്പാറയാണ് ഞങ്ങൾ ധ്യാനം നടത്തുന്നത്. ഒരു ചെറിയൊരു മാല കാണിച്ചത് മുക്കാണ്, മുക്ക്. 20 പവൻ 17 വയസ്സിൽ കല്യാണം കഴിക്കാൻ പാലായിലെ കല്യാണം തുടങ്ങി. അവിടുത്തെ കുടിയേറ്റ മേഖലയിൽ വിട്ടു വന്നതാണ്. അന്ന് അപ്പൻ 20 പവൻ കൊടുത്തതാണ്. ഒരു തരിയില്ലാത്തോണം ആ കൊള്ളത്താത്തോന്ന് നശിപ്പിച്ചു കളഞ്ഞു. ഞാൻ ചോദിച്ചു, ഭർത്താവ് കുടിയനായിരുന്നു. 27 വയസ്സിലെന്നൊരു അമ്മയ്ക്ക് ഭർത്താവ് കുടിയനാണോ എന്ന് ചോദിച്ചു. വല്ലപ്പോഴും കുടിക്കും. എന്റെ പൊന്നുമോനെ പണിക്ക് പോകൂല, പണിയെടുക്കൂല. ഇന്നൊരു മനുഷ്യന്റെ മുമ്പിൽ നിൽക്കാൻ എനിക്ക് നാണക്കേട. സ്വന്തം പെണ്ണിന്റെ അടുത്തൊന്നും ഞാൻ പോകാറില്ല. കാരണം എന്താ? ഒരു തരി പൊന്ന് എനിക്കില്ല. ഞാൻ അമ്മച്ചിരുന്ന് വായിച്ചു കേൾപ്പിച്ചു. ലോകത്തെയോ ലോകത്തിലുള്ള വസ്തുക്കളെയോ നിങ്ങൾ സ്നേഹിക്കരുതെന്നാൽ ലോകത്തെ സ്നേഹിക്കുന്നവന് ദൈവത്തിന്റെ സ്നേഹം ഇല്ല. കണ്ണിന്റെ ദുരാശ, ജഡത്തിന്റെ അഹന്ത, ജീവനത്തിന്റെ പ്രതാപം, ഇതൊന്നും ദൈവത്തിൽ നിന്ന് അല്ല, പ്രത്യുത ലോകത്തിൻ്റെതാണ്. ലോകവും അതിന്റെ മോഹവും കടന്നുപോകും. അതുകൊണ്ട് ലോകത്തെ സ്നേഹിക്കരുത്. മോശ ഒന്നും സ്നേഹിച്ചില്ല. ഫറവോയുടെ മകളുടെ മകൻ എന്ന് വിളിക്കപ്പെടുന്നത് വിശ്വാസം മൂലം അവൻ നിഷേധിച്ചു. നമ്മളെ കുറിച്ചൊക്കെ അങ്ങനെയല്ലേ ആളുകൾ പറഞ്ഞത്? നല്ല തറവാട്ടിൽ ലഞ്ചാണ്, നല്ല മനസ്സിലായില്ലേ?
നിങ്ങളെപ്പോലെ ആപ്പുപെട്ട് വെച്ച് വീട്ടിൽ അവരുടെ അക്കുമ്പോൾ ചിലപ്പോൾ പറഞ്ഞു തരും. ഞാനൊക്കെ കുടുംബത്തിലെ വെച്ചാൽ അതുകൊണ്ട് എന്റെ വായിന്ന് കേൾക്കണ്ട. നിങ്ങളെപ്പോലെ കച്ചറ പറയാൻ എനിക്ക് അറിയാനില്ല. ഞാനൊക്കെ നല്ല അന്തസ്സുള്ള കുടുംബത്ത് ജനിച്ചാൽ അതൊന്നും ഇല്ലാതെ ഇങ്ങനെ നമ്മൾ എന്തെങ്കിലുമൊക്കെ ഈ ലോകത്തിന്റെ അടുത്ത് നമ്മൾ പോക്കറ്റിൽ വെച്ചിട്ട് സംസാരിച്ചുകൊണ്ടിരിക്കും. അപ്പോൾ പ്രിയമുള്ളവരെ, മോശ ഇതൊന്നും എടുത്തില്ല. അപ്പൊ രണ്ടാമത്തെ ഗുണം മോശയ്ക്ക്. ഒന്നാമത്തെ ഗുണം, ആദ്യത്തെ ഞാൻ പറഞ്ഞു, ഒന്നാമത്തെ ഗുണം എന്തായിരുന്നു? മോശ സുന്ദരനായതുകൊണ്ട് അവനെ ഒളിപ്പിച്ചു. അവൻ 40 വയസ്സ് വരെ അവിടെ ജീവിച്ചു. ഈ 40 വയസ്സ് വരെയും അവൻ എന്ത് ചെയ്തില്ല? ഫറവോയുടെ മകളുടെ മകനെന്ന് വിളിക്കുന്നത് നിഷേധിച്ചു. ഇന്ന് പറഞ്ഞ് നമുക്കൊരേ അഡ്രസ്സുണ്ട്. എന്താണ്? നമ്മൾ ക്രിസ്തുവിന്റെ മക്കൾ, യേശുവിന്റെ മക്കൾ. ഏത് ചാണകക്കുഴിയിലും നമ്മൾ, ഏത് ജയിലിൽ കിടക്കുന്നവരെ നമ്മൾ ശുശ്രൂഷിക്കും. ഏത് കോളനിയിലും പോയി നമ്മൾ നോക്കും. ആരെയും കെട്ടിപ്പിടിച്ചു നോക്കും. മനസ്സിലായില്ലേ? ഒരുത്തനെ സ്നേഹിക്കുന്ന, ഒരുത്തനെ ബഹുമാനിക്കുന്നതിന്റെ ഭാഗമായിട്ട് അവൻ ഭിക്ഷക്കാരനാണെന്നോ, അവൻ കള്ളൂടിയനാണെന്നോ, അവൻ മോശക്കാരനാണെന്നോ ഒന്നും നമ്മൾ ചിന്തിക്കുന്നില്ല. സ്നേഹിക്കും നമ്മൾ. കാരണം നമുക്ക് ഈ ലോകത്തിന്റെ ഒന്നും വേണ്ട. ലോകത്തിന്റെ ഒന്നും വേണ്ട. ലോകമേനിക്കു വേണ്ട, ലോകത്തിനിമ്പം വേണ്ട. പോകണമേശുവിൻ പാതെ നോക്കി ഏറുന്നു സമർത്ഥവും മോശയുടെ രണ്ടാമത്തെ ഒരു ക്വാളിറ്റി ഇതായിരുന്നു. എബ്രായർ 11-ാമത്തെ പറഞ്ഞു, അവൻ വിശ്വാസവീരനായി നിന്നതിന് കാരണം അവൻ വിശ്വാസത്താൽ ഫറവോയുടെ മകളുടെ മകനെന്ന് വിളിക്കുന്നത് നിഷേധിച്ചു. അവൻ ദൈവത്തിന്റെ മകൻ എന്ന് കേൾക്കാനാണ് അവൻ ഇഷ്ടപ്പെട്ടത്. ദൈവത്തിന്റെ മകൻ, ഇസ്രായേലിൽ എബ്രായൻ ആണ് എന്ന് സ്വയം അവനോട് തന്നെ പറഞ്ഞുകൊണ്ടിരുന്നു. ഞാനും ദൈവമേ എന്നോട് തന്നെ ഒന്ന് പറയട്ടെ, ഞാൻ അവിടുത്തെ മകനാണ്, അവിടുത്തെ മകളാണ്. എനിക്ക് ലോകം വേണ്ട, ലോകത്തിന്റെ ഇമ്പങ്ങളൊന്നും വേണ്ട. ഇത് ശേഷിക്കുന്ന കാലം അങ്ങയുടെ മകനാണ്, അങ്ങയുടെ മകളാണ് എന്ന് പറഞ്ഞ് അങ്ങേക്ക് വേണ്ടി എന്തെങ്കിലും ഒന്ന് ചെയ്യാനുള്ള കൃപ തന്നാൽ മതിയെന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. ദൈവമേ, ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. കേട്ട വചനത്തിനായിട്ട് നന്ദി പറയാം, കരങ്ങൾ കേട്ടാൽ സ്തുതിക്കാം. ഹല്ലേലൂയ, ഹല്ലേലൂയ. എല്ലാവരും സ്തുതിക്കുക. ഹല്ലേലൂയ, ഹല്ലേലൂയ.